പിണറായിസം അവസാനിപ്പിക്കാൻ കച്ച കെട്ടിയിറങ്ങിയിട്ടുള്ള PV അൻവറിന് LDF മാത്രമല്ല UDFും ഇപ്പോൾ മുഖ്യ ശത്രുവായിരിക്കുകയാണ്. അൻവറിന്റെ പോർവിളി മുമ്പൊരിക്കലുമില്ലാത്ത ഐക്യത്തിലേക്ക് UDFിനെ എത്തിച്ചോ എന്ന് ചോദിച്ചാൽ അതുമില്ല. മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലുള്ള LDFിന് നിലമ്പൂർ സാങ്കേതികമായി ഒരു പ്രശ്നവും സൃഷ്ടിക്കില്ല. പക്ഷേ ഇടതുമുന്നണി വിട്ട അൻവർ മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തതോടെ കളി മാറി. UDFിലെ ചക്കളത്തിൽ പോര് നോക്കി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്ന തന്ത്രം പയറ്റാൻ കാത്തു നിൽക്കാതെ M സ്വരാജിനെ കളത്തിലിറക്കി പോരിനു മൂർച്ച കൂട്ടിയ ഇടതുപക്ഷം രണ്ടും കൽപ്പിച്ചാണ് പ്രതിപക്ഷ നേതാവും UDF കൺവീനറും KPCC പ്രസിഡന്റും ഒരേ മനസ്സോടെ നിലയുറപ്പിച്ചതോടെ അൻവറിന്റെ UDF പ്രവേശവും അസ്ഥാനത്തായി. രമേശ് ചെന്നിത്തലയും K സുധാകരനുമൊക്കെ അഴകുഴമ്പൻ അഭിപ്രായ പ്രകടനം നടത്തിയെങ്കിലും കോൺഗ്രസും UDFും അതുക്കും മേലെ പോയി. UDF കൺവീനർ അടൂർ പ്രകാശ് മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടെയാണ്. തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്ന മട്ടിലേക്ക് മാറിയ അൻവറിന് രണ്ട് പോംവഴികൾ മാത്രം. ഒന്നുകിൽ UDFിന് വിധേയനാവുക, അല്ലെങ്കിൽ സഹതാപ തരംഗമുണ്ടാക്കി പരമാവധി വോട്ട് നേടുക. ആര് ജയിച്ചാലും അത് താൻ കാരണമാണെന്ന് വൈക്കം മുഹമ്മദ് ബഷീർ സിദ്ധാന്തം കണ്ടെത്തി ആശ്വസിക്കാമെന്ന് മാത്രം. അൻവറിനെ കാണാൻ പോയ രാഹുൽ മാൻകൂട്ടത്തിൽ MLAയുടെ നടപടി പുറമെ ആരും ഗൗരവത്തിലെടുത്തില്ലെങ്കിലും മുതിർന്ന നേതാക്കൾ രൂക്ഷമായ ഭാഷയിൽ അതൃപ്തി രേഖപ്പെടുത്തിയതായിട്ടാണ് അറിയുന്നത്. അൻവർ മത്സരത്തിനിറങ്ങുകയും കാര്യമായ വോട്ടുകൾ കിട്ടാതിരിക്കുകയും ചെയ്താൽ രാഷ്ട്രീയ വനവാസമല്ലാതെ മറ്റൊരു മാർഗമില്ല. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തി തുച്ഛമായ വോട്ടുകൾ നേടിയപ്പോൾ മുതൽ അൻവറിന്റെ രാഷ്ട്രീയ ഗ്രാഫ് താഴ്ന്നു തുടങ്ങിയിരുന്നു. കേരള കോൺഗ്രസ് വിട്ടെത്തിയ മോഹൻ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ മത്സരം കൊഴിപ്പിക്കാനില്ലെന്ന സൂചനയാണ് BJP നൽകുന്നത്. കാൽപന്തിന്റെ ആരവമുള്ള ഈ ഏറനാടൻ മണ്ണിൽ സെമി ഫൈനലിന്റെ പോരാട്ടത്തീ പാറുകയാണ്. 3-4 മാസത്തിനപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പെത്തും. പിന്നെ 4-5 മാസം കൂടി കഴിഞ്ഞാൽ ഫൈനലായി നിയമസഭാ തെരഞ്ഞെടുപ്പും. അതിനിടെയാണ് 19-ാം തീയതി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ 5ാമത്തെ ഉപതെരഞ്ഞെടുപ്പ്. മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അതത് കക്ഷികൾ സിറ്റിംഗ് സീറ്റ് നിലനിർത്തി. നിലമ്പൂരിൽ പക്ഷേ ഒപ്പം നിന്ന് ജയിച്ച PV അൻവർ CPMന്റെ പടനായകനായ മുഖ്യമന്ത്രിയെ തന്നെ വെല്ലുവിളിച്ച് രാജിവെച്ചതാണ് തെരഞ്ഞെടുപ്പിലേക്ക് വഴിയൊരുക്കിയത്. UDFിന് ജയം അനിവാര്യമാണ്. ഒരു രാഷ്ട്രീയ നേട്ടം എന്നതിനപ്പുറം അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള പോരാട്ടത്തിന് വീര്യമുണ്ടാകണമെങ്കിൽ ഇവിടെ തിളക്കമാർന്ന ജയം കൂടിയേ തീരൂ. KPCCക്കും UDFിനും പുതിയ നേതൃത്വം വന്ന ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പാണിത്. LDFിനാകട്ടെ 3ാം വട്ടവും തുടർഭരണം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ബലമേറിയ ചവിട്ടുപടിയാവും ഇവിടുത്തെ വിജയം. ഹാട്രിക് വിജയം എന്നതിനപ്പുറം തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് PV അൻവറിന്. പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ നില മെച്ചപ്പെടുത്താനുള്ള അടവ് നയങ്ങളുമായിട്ടാണ് BJPയുടെ രംഗപ്രവേശവും. പിണറായിസത്തോടുള്ള പോരാട്ടത്തിനായി MLA സ്ഥാനം രാജിവെച്ചിറങ്ങിയതാണ് PV അൻവർ. DMKയും തൃണമൂൽ കോൺഗ്രസുമായി പല മട്ടിൽ ചാഞ്ചാടിയ അദ്ദേഹം ഒടുവിൽ സതീശനിസത്തിനെതിരെയുള്ള പോരാട്ടത്തിലേക്കാണ് മാറിയത്. ഒരു ഘട്ടത്തിൽ VD സതീശന് പിന്നിൽ പിണറായി വിജയനാണ് എന്ന് വരെ പറഞ്ഞു. രാഷ്ട്രീയ കാര്യങ്ങളെ ആകെ വ്യക്തികാര്യങ്ങളായി മാത്രമായിട്ടാണ് PV അൻവർ കാണുന്നത്. CPMനെ അദ്ദേഹം പിണറായിയായി കാണുന്നു, കോൺഗ്രസിനെ VD സതീശനായും ലീഗിനെ കുഞ്ഞാലിക്കുട്ടിയായും. വ്യക്തിപരമായി വന്ന നഷ്ടങ്ങളെക്കുറിച്ചാണ് എപ്പോഴും അൻവർ പറയുന്നതും. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും നിലപാടുകൾ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന PV അൻവർ സർക്കാരിനെതിരെയുള്ള അൻവറിന്റെ ആരോപണങ്ങളെ നേട്ടമാക്കാനുള്ള ശ്രമങ്ങൾ UDF നടത്തുന്നു. പക്ഷെ എത്ര കണ്ട് പ്രാവർത്തികമാകും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. വെടിമുഴക്കമുള്ള ചരിത്രമാണ് നിലമ്പൂരിൻ്റേത്. കേരളത്തിൽ ആദ്യമായൊരു MLA വെടിയേറ്റ് മരിക്കുന്നത് നിലമ്പൂരിന്റെ K കുഞ്ഞാലിയാണ്. 1969 രാഷ്ട്രീയത്തിന്റെ വെടിയും പുകയും പിന്നീട് പലവട്ടമുണ്ടായി. ഇരു മുന്നണികളും പ്രധാന നേതാക്കളെ അണിനിരത്തി രാഷ്ട്രീയ പോരാട്ടത്തിന്
കളം വരച്ച മണ്ഡലത്തിൽ ഇത്തവണ കർഷകരുടെ കണ്ണീരും വിലാപവും പ്രധാന ചർച്ചയാണ്. വന്യമൃഗശല്യമെന്നത് നിലമ്പൂരുകാർക്ക് പറഞ്ഞു കേട്ട കഥയല്ല, കൺമുന്നിലെ ജീവിതാനുഭവമാണ്. ഈ കുടിയേറ്റ പ്രദേശങ്ങളിൽ ആനയും പുലിയും കടുവയും പന്നിയും മയിലുമെല്ലാം സ്വൈരജീവിതത്തിനും കൃഷിക്കും തടസ്സമാകുന്നു. സമീപകാലത്ത് കാട്ടാനക്കലിയിൽ പൊലിഞ്ഞത് 2 ജീവൻ. മനം മടുത്ത് കൃഷി ഉപേക്ഷിക്കുന്ന കുടിയേറ്റ കർഷകരുടെ സങ്കടവും വേദനയും വോട്ടിൽ പ്രതിഫലിക്കും. 1965 ആദ്യ 2 വട്ടവും 65-ലും 67-ലും കെ കുഞ്ഞാലിയിലൂടെ മണ്ഡലം CPM പിടിച്ചു. 1969-ൽ കെ കുഞ്ഞാലി വെടിയേറ്റ് മരിച്ചു. പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ MP ഗംഗാധരനിലൂടെ മണ്ഡലം കോൺഗ്രസ് പിടിച്ചു. പിന്നീട് ഇതുവരെ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ കുഞ്ഞാലിയുടെ മണ്ണിൽ നിന്ന് ജയിപ്പിക്കാൻ CPM-നായിട്ടില്ല. കുഞ്ഞാലി വധത്തിന്റെ ആസൂത്രകൻ എന്ന കുന്തമുന ആര്യാടൻ മുഹമ്മദിന് നേരെ തിരിച്ച് അദ്ദേഹത്തിനെതിരെ കാടടച്ച പ്രചാരണം CPM അഴിച്ചുവിട്ടു. അദ്ദേഹം ജയിലിലുമായി. ഇതേ ആര്യാടനെ CPM-കാർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതും EK നായനാർ മന്ത്രിസഭയിൽ അംഗമാക്കുന്നതും നിലമ്പൂരുകാർ കണ്ടു. കോൺഗ്രസ് പിളപ്പിന്റെ കാലത്ത് കെ കരുണാകരൻ വിഭാഗത്തിന്റെ DCC പ്രസിഡന്റായിരുന്ന TK ഹംസയെ 1982-ൽ നിലമ്പൂരുകാർ കാണുന്നത് CPM സ്വതന്ത്രന്റെ വേഷത്തിലാണ്. മലപ്പുറത്തെ UDF കോട്ടകൾ പിടിച്ചെടുക്കാൻ CPM പിന്നീട് വിജയകരമായി നടപ്പാക്കിയ സ്വതന്ത്ര പരീക്ഷണങ്ങളുടെ ഹരിശ്രീയായിരുന്നു അത്. തേക്ക് പോലെ നിലമ്പൂരിന്റെ പര്യായമായി മാറിയ ആര്യാടൻ മുഹമ്മദ് ആദ്യമായി മത്സരിച്ച് ജയിക്കുന്നത് 1977-ലാണ്. 82-ൽ TK ഹംസയോടെ തോറ്റു. 87-ൽ വിജയത്തോടെ തിരിച്ചുവരവ്. പിന്നീട് 2016-ൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുന്നത് വരെ ആര്യാടനെ തൊടാൻ CPM-നായില്ല. പഴയ കോൺഗ്രസുകാരനായ PV അൻവറിനെ സ്വതന്ത്ര വേഷത്തിൽ ഇറക്കിയാണ് 2016-ൽ CPM നിലമ്പൂരിൽ വീണ്ടും ചെങ്കൊടി നാട്ടിയത്. 2016-ലെ 11,504 വോട്ടിന്റെ ഭൂരിപക്ഷം 2,700-ആയി കുറഞ്ഞെങ്കിലും 2021-ലും അൻവർ ജയം ആവർത്തിച്ചു. 2 തവണയും കോൺഗ്രസ് പാളയത്തിലെ പട ഇടതുപക്ഷത്തെ സഹായിച്ചു. നിലമ്പൂർ കൂടി ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ 2019-ൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയതോടെ മണ്ഡലത്തിന് ദേശീയ പരിവേഷം ലഭിച്ചു. ലോക്സഭയിലെ വോട്ട് കണക്ക് മാനദണ്ഡമാക്കിയാൽ 2019-ലും 24-ലും 24-ലെ ഉപതെരഞ്ഞെടുപ്പിലും 1,00,000-ലേറെയാണ് UDFന്റെ ഭൂരിപക്ഷം. നിലമ്പൂർ നഗരസഭയെ 7 പഞ്ചായത്തുകളും അടങ്ങിയ മണ്ഡലത്തിൽ നിലമ്പൂരിലും 2 പഞ്ചായത്തുകളിലും ഇടതിനാണ് ഭരണം. മഴക്കാലത്തെ ചാലിയാർ നദി പോലെ കലങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ. തെരഞ്ഞെടുപ്പ് പെയ്ത്ത് കഴിഞ്ഞ് തെളിയുന്നത് ഏത് ചിഹ്നമായാലും കേരള രാഷ്ട്രീയത്തിന്റെ ദിശാസൂചിക അതിലുണ്ടാകും.